ഹായ്, ഇന്ന് നമുക്ക് 2025 കലണ്ടർ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ കളർ പേപ്പറൊക്കെ എടുക്കാൻ പറ്റും. ഞാനിവിടെ A4 ഷീറ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് അതിന് അളവിന് അനുസരിച്ച് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചെടുക്കണം കേട്ടോ. നമുക്കതിന് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് പെന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കാണെങ്കിൽ വാട്ടർ കളറോ പെൻസിൽ കളറോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ബ്രഷ് പെന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ ചിത്രങ്ങൾക്കും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ചിത്രം വരച്ചെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കളർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്രം. നമുക്ക് എല്ലാ ചിത്രങ്ങളും ഇങ്ങനെ കാണിച്ചു തരാം. കുറച്ച് ചിത്രങ്ങൾ ഞാൻ അതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വർഷം, മാസം, ദിവസം, ഡേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജനുവരിയാണ് എഴുതുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് വെച്ചിട്ടൊക്കെ എഴുതാൻ പറ്റില്ല. ഞാനിവിടെ സാധാ പെന്ന് വെച്ചിട്ടാണ് എഴുതുന്നത്. നമുക്ക് എല്ലാ പേപ്പറിലും ഇങ്ങനെ എഴുതിയെടുക്കണം കേട്ടോ. 12 മാസത്തെ എല്ലാ പേപ്പറിലും ഇങ്ങനെ ചിത്രം വരക്കണം, കളറും ചെയ്യണം, പിന്നെ ഇങ്ങനെ വർഷം ഇതൊക്കെ എഴുതും വേണം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ദിവസവും ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കലണ്ടർ 2025 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിലൊക്കെ ഉണ്ടാവും. ഫോണിൽ കലണ്ടർ എന്നുള്ള ആപ്പിൽ ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് അടുത്ത് വരച്ചെടുക്കാം. ഇത് ജൂലൈത്തെയാണ് കേട്ടോ ഞാൻ വരക്കുന്നത്. അപ്പോൾ ഇതിലും ഫുള്ളായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ ദിവസങ്ങളൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വരച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. അങ്ങനെ എല്ലാ മാസം ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ എല്ലാതൊന്നും ഇങ്ങനെ കാണിക്കുന്നില്ല. പിന്നെ നമുക്കിനി ഈ ഒരു കാർഡ്ബോർഡിന് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതേപോലെ ചിത്രത്തിനും നമ്മുടെ പേജിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റും. ഞാനിവിടെ ഒരു നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ലൂസിൽ കെട്ടിയാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് മറിച്ചിടാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അടിയിൽ 2025 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കലണ്ടർ. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ ചട്ടയും എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കലണ്ടർ ഉണ്ടാക്കാനുള്ള പണി. സുഖമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.